ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ലോകമെങ്ങുമുള്ള സാധുജനങ്ങളെ നെഞ്ചോട് ചേർത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ഇന്ന്. മൃതശരീരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം റോമിലെ സാന്താ മരിയ മാർജറി ബസിലിക്കയിൽ സംസ്കരിക്കും. സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഇന്ത്യൻ സമയം 1:30 സെന്റ് പീറ്റേഴ്സ് സത്രത്തിൽ ദിവ്യബലിയോടെ ആരംഭിക്കും. 10,000 അണമുറിയാതെ എത്തിയ പൊതുദർശനത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ ശവപേടകം ഇന്നലെ രാത്രിയാണ് അടച്ചത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാപ്പായുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മറ്റ് ലോക നേതാക്കൾക്കൊപ്പം സംസ്കാര ചടങ്ങിലും പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനികളെ കണ്ടെത്തി നാടുകടത്താൻ മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനിടെ 215 പാകിസ്ഥാനി പൗരന്മാർ അട്ടാരി അതിർത്തി വഴി മടങ്ങിയെന്നും 416 ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിൽ നിന്നും തിരിച്ചെത്തിയെന്നും റിപ്പോർട്ടുകൾ. വിസ റദ്ദാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മടക്കം. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് കർശനമായി നടപ്പാക്കുമെന്നും ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ലെന്നും ജൽശക്തി മന്ത്രി CR പാട്ടീൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച ശേഷമാണ് മന്ത്രി നയം വ്യക്തമാക്കിയത്. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്നും അതിനായി സർക്കാർ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ തീരുമാനിച്ചുവെന്നും നദികളിലെ മണ്ണ് നീക്കി വെള്ളം വഴിതിരിച്ചുവിടാനുള്ള പദ്ധതികൾ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമമേഖലയിൽ പ്രവേശനം നിഷേധിച്ച് പാകിസ്ഥാൻ. ഇതോടെ UAE ഇന്ത്യൻ വിമാന സർവീസുകൾക്ക് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ ഉടമസ്ഥയിലുള്ളതും ഇന്ത്യ നടത്തുന്നതുമായ എല്ലാ വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചിടുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. വരും ദിവസങ്ങൾ UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി അതത് എയർലൈനുകളുമായി ബന്ധപ്പെടാനും യാത്രാ ഷെഡ്യൂളിൽ ഉണ്ടാകാൻ ഇടയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് തയ്യാറെടുക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എംപവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പണമെങ്കിലും അഴിമതി പണമാണെന്ന് CPM സമ്മതിക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA. പണം തിരിച്ചടച്ചു എന്നത് കടലാസ് രേഖ മാത്രമാണെന്നും SFIO ചാർജ് ഷീറ്റിലെ വിശദാംശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ CPM മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരായ സൈബർ ആക്രമണത്തെ വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരായ സൈബർ ആക്രമണം മതനിരപേക്ഷതയ്ക്ക് അപമാനമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഭീകരാക്രമണത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കാനുള്ള നീക്കം തിരിച്ചറിയണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ തൃശൂരിന്റെ വീടിന്റെ സമീപത്തെ വീട്ടിലേക്ക് അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞു. ഇന്നലെ രാത്രി 10:15 അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്ത് വീടിന് സമീപമാണ് സംഭവം. എതിർവശത്തെ വീടിന്റെ ഗേറ്റോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത്. ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ CPI മറന്നുവെന്ന് പരാതി. CPI ദേശീയ കൗൺസിലിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാത്തതിൽ കാനം രാജേന്ദ്രന്റെ കുടുംബം അതൃപ്തി പ്രകടിപ്പിച്ചു. വ്യാഴാഴ്ച നടന്ന പരിപാടിയിൽ മരിച്ച നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചിരുന്നു. എന്നാൽ ആദരവ് നൽകുന്ന പരിപാടിയിലേക്ക് തങ്ങളുടെ കുടുംബത്തെ ക്ഷണിച്ചില്ലെന്ന് കാനത്തിന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ പറഞ്ഞു. മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബത്തോട് ക്ഷമ പറഞ്ഞ് CPI കാനത്തിന്റെ കുടുംബത്തിന്റെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ വീഴ്ചയുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. മലമ്പനി നിവാരണത്തിന് ഏകോപിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 2027 മലേറിയ നിവാരണം എന്ന ലക്ഷ്യത്തോടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് IT പാർക്കുകൾ മദ്യം വിൽക്കാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവായി. സർക്കാർ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന IT പാർക്കുകൾക്കും സ്വകാര്യ IT പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുണ്ടായ ഉന്തും തള്ളും പോലെ ഒരു സംഭവം ഇനി ആവർത്തിക്കരുതെന്ന് KPC അധ്യക്ഷൻ K സുധാകരൻ. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ CBI അന്വേഷണം വൈകുന്നേരം CBI കൊച്ചി SPക്ക് പരാതി നൽകി പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരയ്ക്കൽ. മലയാളം പറയാൻ അറിയില്ലെന്ന് പ്രതീക്ഷിച്ച VD സതീശന്റെ വിമർശന മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്ക് മലയാളം പറയാനും മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്നും മുണ്ടുടുക്കാനും മടക്കി കുത്താനും അറിയാമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. തിരുവല്ല ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ റെയിൽവേ പാലത്തിന്റെ ഗാർഡർ മാറ്റി സ്ഥാപിക്കുന്നതുമായി ഏപ്രിൽ 26 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. രാസലഹരി യുവത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ആവിഷ്കരിച്ച ബ്രേക്കിംഗ് ഡി പദ്ധതിയുടെ ലോഗോ എക്സൈസ് മന്ത്രി MB രാജേഷ് പ്രകാശനം ചെയ്തു. കാശ്മീരിൽ നിന്ന് ഇനിയും കേരളത്തിൽ മടങ്ങിയെത്താൻ ഉള്ളത് 295 പേരെന്ന് നോർക്ക. ഇതുവരെ 111 പേർ തിരിച്ചെത്തിയിരുന്നു. 67 പേർ ശ്രീനഗറിൽ നിന്ന് ദില്ലിയിലേക്ക് യാത്ര ചെയ്യുന്നതായി നോർക്ക അറിയിച്ചു. കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം മലയാളികൾ ശ്രീനഗറിൽ കുടുങ്ങുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിലും പാലക്കാട് കളക്ടറേറ്റ് ഉൾപ്പെടെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു.
വാഴമുട്ടത്ത് ബാറിലെ സുരക്ഷാ ജീവനക്കാരെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പേരെ കൂടി തിരുവല്ലം പോലീസ് പിടികൂടി. വള്ളക്കടവ് സ്വദേശിയും നിലവിൽ പുഞ്ചക്കരി നിവാസിയുമായ ഷാരൂഖ് ഖാൻ, കല്ലിയൂർ കാക്കാമൂല സ്വദേശി അഖിൽ ചന്ദ്രൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് യുവാവ് സ്വർണവുമായി പിടിയിൽ. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് സംഭവം. രാജസ്ഥാൻ സ്വദേശി ചെഗൻലാലിനെയാണ് കസ്റ്റഡിയിലെടുത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് 60 പവനോളം വരുന്ന 480.9 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കൂടി പിടികൂടി. അനധികൃത കച്ചവടത്തിൻ്റെതായ നടപടിയെടുക്കാനെത്തിയ കോഴിക്കോട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളെ കോടതി വെറുതെ വിട്ടു. പത്തനംതിട്ടയിൽ 59കാരനെ ഹോം നഴ്സ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പത്തനംതിട്ട തട്ടിയിലാണ് മുൻ BSF ജവാൻ കൂടിയ വി ശശിധരൻപിള്ള ക്രൂര മർദ്ദനത്തിന് ഇരയായത്. തൃശൂർ വാടനാപ്പള്ളി നടുവിൽക്കരയിൽ വയോധിക ദമ്പതികൾ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ലക്ഷ്യം സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണെന്നും ഇത്തരം ഹീനപ്രവണതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണമെന്നും ഭീകരവാദത്തെ അടിയുറവ് പറയിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വഖഫ് ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ ശക്തമായി എതിർത്ത് കേന്ദ്ര സർക്കാർ. നിയമത്തിലെ മാറ്റങ്ങൾ ന്യായീകരിച്ച് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരമില്ലെന്നും ഇത് പാർലമെന്റ് അധികാരത്തിലുള്ള കൈകടത്തലുമാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. നാഷണൽ ഹെറാൾഡ് കേസ് അന്വേഷിക്കുന്ന ഇടുക്കി ദില്ലി റോസ് അവനി കോടതിയിൽ തിരിച്ചടി. കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം അപൂർണമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ഇഡിയോട് നിർദ്ദേശിച്ചു. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം BJPക്ക്. BJPയുടെ രാജ് ഇക്ബാൽ സിംഗ് ദില്ലിയുടെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിലെ അതിദരിദ്രരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതായി ലോകബാങ്ക് റിപ്പോർട്ട്. ദിവസം $2.15 അഥവാ $181 താഴെ മാത്രം വരുമാനം ലഭിക്കുന്നവരാണ് ലോകബാങ്ക് അതിദരിദ്രരായി കണക്കാക്കുക. അതേസമയം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 25% വെല്ലുവിളിയാണെന്നും ലോകബാങ്ക് റിപ്പോർട്ടിലുണ്ട്. ഹമാസിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഹമാസിനെ നിരാകരിക്കണമെന്നും ഗാസയുടെ നിയന്ത്രണം കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ മുതിർന്ന റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഉക്രൈൻ സമാധാന ചർച്ചകൾക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയച്ച പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടുമുമ്പാണ് സ്ഫോടനം ഉണ്ടായത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് കാരണക്കാരെ വേട്ടയാടാൻ ഒപ്പം വന്ന US ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികൾ നിയമത്തിന്റെ മുന്നിൽ വരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാമർശിച്ച് എക്സ് കുറിപ്പിൽ തുൾസി പറഞ്ഞു. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് 5 വിക്കറ്റിന് കീഴടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈ ഉയർത്തിയ 150 റൺസ് വിജയലക്ഷ്യം. 8 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഹൈദരാബാദ് മറികടന്നത്. ഹൈദരാബാദിന്റെ സീസണിലെ 3ാം ജയമാണിത്. ചെന്നൈയുടെ 7ാം തോൽവി. ഈ ജയത്തോടെ 9 കളിയിൽ നിന്ന് 6 പോയിന്റ് മാത്രമുള്ള ഹൈദരാബാദ് 8ാം സ്ഥാനത്തും 9 കളികളിൽ നിന്ന് 4 പോയിന്റ് മാത്രമുള്ള ചെന്നൈ 10ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.